ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് അവിടെ എല്ലാവരുടെയും അമ്മമാർ വന്ന് അവർക്ക് വിഷസ് നൽകുന്നുണ്ടായിരുന്നു. അവർ അമ്മമാരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഇവർ എല്ലാവരും അമ്മമാർക്ക് ലെറ്ററുകൾ എഴുതി അത് വായിക്കുന്നുണ്ടായിരുന്നു. അതിൽ ജാസ്മിൻ എഴുതിയ ലെറ്ററിൽ ജാസ്മിൻ ഉമ്മേനെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഇവിടെ എനിക്ക് പറ്റിയ പ്ലാറ്റ്ഫോം അല്ല. ഇപ്പം ഞാൻ മുഖത്തൊരു ചിരി ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നടക്കാണ്, ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ പറ്റുന്നില്ല നിൽക്കാനായിട്ട്, എനിക്ക് സങ്കടം വരുന്നു, എനിക്കിവിടെ പറ്റാത്ത അവസ്ഥയിൽ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് ഉമ്മച്ചീനെ വന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലെറ്റർ എഴുതിയിരിക്കുന്ന കണ്ടു. പക്ഷേ റസ്മിൻ എഴുതിയ ഒരു കാര്യം എല്ലാവരെയും അതിശയിപ്പിച്ചു. ആ വീട്ടിലുള്ളവരെ റസ്മിനോട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു തെറ്റുപറ്റി, അത് ഉമ്മ ജാസ്മിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് എനിക്ക് വേണ്ടിയിട്ട് അവരോട് സോറി പറയണം, എനിക്ക് വേണ്ടി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസ്മിന് ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ശേഷം നമുക്ക് കാണിച്ചൊരു കാര്യം, നമ്മുടെ ജാസ്മിന് വന്നിരുന്ന് ഗബ്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അതൊരു കോമഡി ആയിട്ട് തോന്നാം. നമ്മൾ ഉമ്മച്ചീരുടെ അടുത്തും ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത് പോലെ ഗബ്രിക്ക് ഒരു ഫോട്ടോയിൽ മുന്നിലിരുന്നിട്ട് ഗബ്രിയുടെ അടുത്ത് വന്നിരുന്ന കാര്യങ്ങൾ പറയുന്നതാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത്. ജാസ്മിൻ വന്നിരുന്ന് പറയുന്നുണ്ട്, എടാ ഇവിടെയുള്ളവർക്കൊക്കെ എൻ്റെ അടുത്ത് സ്നേഹമുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അവർക്ക് സ്നേഹം കാണിക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും. അവിടെ റസ്മിൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ വിളിച്ച് സോറിയൊക്കെ പറയണം ഇനി അവൾക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് പാവം തോന്നി. പക്ഷെ എന്താ ചെയ്യുക, എനിക്കിവിടെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് സങ്കടാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഗബ്രിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട്. അതിനുശേഷം റസ്മിനെ വന്നിട്ട് ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു ജാസ്മിൻ. ഹഗ് ചെയ്തിട്ട് പോട്ടെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം വിട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ റസ്മിൻ അവിടെ ഹഗ് ചെയ്യുന്നതും കണ്ടു. നോറയൊക്കെ അവിടെ റസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിന്റെ ലെറ്റർ വായിച്ച സമയത്ത് ഞങ്ങൾ ആകെ ഞെട്ടിപ്പോയി, ഇങ്ങനൊരു കാര്യം നീ എഴുതുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, അങ്ങനെ വീട്ടിൽ വിളിച്ച് ആ മാപ്പ് ചോദിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെ അതിശയമായി എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും ജാസ്മിനും അത് കേട്ടപ്പോൾ ഒന്ന് ഷോക്കിംഗ് ആയി എന്ന് തന്നെയാണ് ജാസ്മിനും ഗബ്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നത്. ഗബ്രിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരുന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്ന ജാസ്മിന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിൽ ആ ജാസ്മിൻ എഴുതിയ ലെറ്ററിൽ ഗബ്രീനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മ എനിക്ക് ഉമ്മച്ചിയെ പോലെ അല്ലെങ്കിൽ പോലും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഒരാളുണ്ടായിരുന്നു, അത് ഗബ്രി ആയിരുന്നു, പക്ഷെ അവനും എന്നെ ഇട്ടിട്ട് പോയി, ഇപ്പം ഞാനിവിടെ തികച്ചും ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ, എനിക്ക് സന്തോഷിക്കാനായിട്ട് ഒരു കാര്യങ്ങളുമില്ല, ഞാൻ മുഖത്ത് ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ ഒരു ചിരി ഫിറ്റ് ചെയ്ത് നടക്കാണ്, പക്ഷെ ഉള്ളിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഗബ്രിയെ ഇപ്പോഴും ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഗബ്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലിരുന്ന് പരാതികളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയുന്ന ജാസ്മിനെയും. എന്തിനാണ് ഇതെന്ന് നമുക്ക് തോന്നിപ്പോവും കാണുന്ന സമയത്ത്. ഈ ഫോട്ടോയ്ക്ക് മുന്നിലൊക്കെ വന്നിരുന്ന് ഇത് പറയേണ്ട ആവശ്യകതയുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇപ്പം നമുക്ക് ക്യാമറ നോക്കി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിപ്പോൾ ഫോട്ടോ വെച്ചിട്ട് ഗബ്രിയുടെ അടുത്ത് സംസാരിക്കുന്ന കാണുമ്പോൾ പ്രേക്ഷകർക്ക് അത്ര അങ്ങോട്ട് കുറേ പേർക്ക് അങ്ങ് ഇഷ്ടപ്പെടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത്